MSF ഉണർന്നു കഴിഞ്ഞു, വിദ്യാർത്ഥികൾ ഉണർന്നു കഴിഞ്ഞു, വിദ്യാർത്ഥി ലോകം ഉണർന്നു കഴിഞ്ഞു. കാരണം ഈ നാടിനെ, ഇന്ത്യ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ പിറകോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഭരണങ്ങൾ അത് അവസാനിപ്പിക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഈ പ്രകടനം. അത് അവസാനിപ്പിക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഈ ജാഥയും ഈ വിദ്യാർത്ഥി സംഘടിത ശക്തിയുമൊക്കെ. എന്തുകൊണ്ട് നമ്മുടെ ഈ രാജ്യത്തെ പിറകോട്ടടിപ്പിക്കുന്നു, ഇന്ത്യ രാജ്യത്തെ പിറകോട്ടടിപ്പിക്കുന്നു ഇപ്പോഴത്തെ കേന്ദ്രഭരണം എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, വലിയ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ, പിന്നോക്കക്കാരെ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെങ്കിൽ ഈ രാജ്യം ഉണ്ടാവില്ല. എല്ലാവരുടെ റൈറ്റും വകവെച്ച് കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാടുണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റി കോടിക്കണക്കിന്, അതുപോലെ തന്നെ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്, ദളിതർ, ആദിവാസികൾ, അങ്ങനെ SC/ST, അങ്ങനെ പലരുമുള്ള ഒരു രാജ്യത്ത് വൈവിധ്യമാർന്ന കൾച്ചറും ഒക്കെ ഉള്ള കാലത്ത് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിക്കൊണ്ടിരിക്കുന്ന നിയമങ്ങൾ, കരിനിയമങ്ങൾ എല്ലാം ഈ നാടിനെതിരാണ്, ഈ നാടിൻ്റെ അഖണ്ഡതക്കെതിരാണ്. ഇപ്പോൾ ഇന്ത്യ അതിർത്തിയിൽ പ്രശ്നമുണ്ടായി. തീവ്രവാദം അവിടെ മുഖം കാണിക്കാൻ നോക്കി. അവിടെ പഹൽഗാമിൽ തീവ്രവാദികളുടെ അക്രമം ഉണ്ടായപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി രാജ്യത്തിൻ്റെ ഒപ്പം നിന്നു. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു, രാജ്യാതിർത്തിയിൽ തീവ്രവാദികൾ വന്നാൽ ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്, ഒരു സംശയവും ആർക്കും വേണ്ട, ഞങ്ങൾ തീവ്രവാദത്തിനെതിരാണ്. ആ ഗവൺമെൻറ്റിൻ്റെ നടപടിയെ സപ്പോർട്ട് ചെയ്യാൻ, അത് വിശദീകരിക്കാൻ പോകുന്ന സംഘത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പക്ഷേ രാജ്യത്തിനകത്ത് എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും ഒരേ റൈറ്റാണ്. അത് ഈ രാജ്യത്ത് വെല്ലുവിളിക്കപ്പെടുന്നു. അതിനെതിരായിട്ടാണ് സംഘടിത ശക്തി ഉയരുന്നത്. ഈ സംസ്ഥാനത്തെ നമുക്ക് കഴിഞ്ഞ 10 കൊല്ലമായി ഇവിടെ UDF നമ്മൾ ഭരിച്ചിരുന്ന കാലത്തുണ്ടാക്കിയ വൻ നേട്ടങ്ങളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും ഈ ജനവിഭാഗങ്ങളെ പുറകോട്ടടിപ്പിക്കുന്ന കോഴ്സുകൾ കൊടുക്കൂല, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ കൊടുക്കൂല, പഠനത്തിന് വേണ്ട സൗകര്യം ഉണ്ടാക്കൂല. തങ്ങളിവിടെ പറഞ്ഞു, AI കാര്യം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഗവേഷണങ്ങളുടെയൊക്കെ ഈ കാലത്ത് അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാക്കൂല. IT നമ്മളെ പുറകോട്ടടിപ്പിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ 10 കൊല്ലമായി കോഴിക്കോട് പോലുള്ള ജില്ലകളെ, മലപ്പുറം പോലുള്ള ജില്ലകളെ വിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു 10 കൊല്ലം കൂടി പിറകോട്ട് കൊണ്ടുപോയ ഇടതു ഭരണവും അവസാനിച്ചേ തീരുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഉയർത്തെഴുന്നേൽപ്പ്. അല്ല എങ്കിൽ വീണ്ടും അക്ഷര ലോകത്തോട് നമുക്ക് വിട പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ന് ബോധവാന്മാരാണ്, ബോധവതികളാണ്. സംഘടിത ശക്തിയായി ശബ്ദമുയർത്തിയില്ല എങ്കിൽ ഈ പുരോഗതി ഉണ്ടാവില്ലായിരുന്നു. ഇടതുപക്ഷം കൊണ്ടുപോയി കയ്യിൽ തരും, വായിൽ തരും എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്കിപ്പോൾ മനസ്സിലായി കാണും, കഴിഞ്ഞ 10 കൊല്ലമായി ഒന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് അവർ കൊണ്ടുപോയി തരൂല. ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഭരണമുണ്ടെങ്കിൽ തന്നെ മാത്രമേ ഈ തരത്തിലുള്ളൊരു മാറ്റം ഇവിടെ വരുള്ളൂ. അതുകൊണ്ട് നമ്മൾ സംഘടിത ശക്തി പാർലമെൻറ്റിൽ അതിൻ്റെ വോയിസ് ഉണരണം, അസംബ്ലിയിൽ വരണം, ഭരണത്തിൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി ഇന്ന് നിങ്ങൾ കാണിച്ച ആ പ്രകടനം വളരെ നല്ല പ്രകടനമാണ്. ഞാൻ നിങ്ങളെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വലിയ ശക്തി പ്രകടനവും മീറ്റിങ്ങൊക്കെ ആയി ഇന്നിവിടെ മുതലക്കുളം മൈതാനിയിൽ അവസാനിച്ച MSF സമ്മേളനം മറ്റൊരു സന്ദേശം നൽകുന്നു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിച്ച് കയറും, ഒറ്റക്കെട്ടായി ഇവിടെ ഞങ്ങളുടെ അകവാസം സ്ഥാപിക്കും. എല്ലാവിധ അഭിവാദ്യങ്ങളും. എല്ലാവർക്കും നന്ദി.